ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 44 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 45, 46, 47 എന്നീ ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. وَإِذَا قِيلَ لَهُمْ أَنْفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَنْ لَوْ يَشَاءُ اللَّهُ أَطْعَمَهُ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, സത്യനിഷേധികൾക്ക് പല ദൃഷ്ടാന്തങ്ങളും എടുത്തു കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ. അതിൽ ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്, അവരെ വഹിച്ചു കൊണ്ടുപോകുന്ന നിറഞ്ഞ കപ്പൽ അവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ആ കപ്പൽ അള്ളാഹു എങ്ങാനും വെള്ളത്തിൽ മുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവില്ല. അവരെ രക്ഷപ്പെടുത്താനായി അവർ കരഞ്ഞാൽ പോലും ആ നിലവിളി കേട്ട് അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും എത്തുകയുമില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ രക്ഷപ്പെടുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു നിശ്ചിത അവധി വരെ അവർക്ക് ജീവിക്കാൻ അള്ളാഹു അവസരം നൽകുന്നത് കൊണ്ടാണ്. ശേഷം അള്ളാഹു പറയുന്നു, വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. വഇദാ ഖീല ലഹും, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, ഇദാ ഖീല പറയപ്പെട്ടാൽ, വഇദാ ഖീല വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. ഒരേ വിഷയം പറഞ്ഞു പോരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓരോ പുതിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന വാവ്. സന്ദർഭത്തിനനുസരിച്ച് എനി എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ അത്രേ എന്നുള്ള അർത്ഥം അങ്ങനെ കൊടുക്കും അതിന്. വഇദാ ഖീല ഇനി പറയപ്പെട്ടാൽ, ലഹും അവരോട്, വഇദാ ഖീല ലഹും ഇനി അവരോട് പറയപ്പെട്ടാൽ, ഇത്തഖൂ ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചു, ഇത്തഖി നീ സൂക്ഷ്മത പാലിക്ക്, ഇത്തഖൂ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവീൻ അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുവീൻ. മാ ബൈന ഐദീക്കും, ഈ മാ ബൈന ഐദീക്കും എന്നുള്ളത് ഒരു പദപ്രയോഗമാണ്. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഐദ് എന്ന് പറഞ്ഞാൽ യദിൻ്റെ ബഹുവചനമാണ് ഐദ്. യദ് എന്ന് പറഞ്ഞാൽ കൈ, ഐദ് കൈകൾ, ഐദീക്കും നിങ്ങളുടെ കൈകൾ, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, ബൈന ഐദീക്കും നിങ്ങളുടെ കൈകൾക്കിടയിൽ, മാ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഉള്ളത്, മാ ബൈന ഐദീക്കും നിങ്ങളുടെ കൈകൾക്കിടയിലുള്ളത്. ഈ രണ്ട് കൈകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഭാഗമാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്നതിന് പകരമാണ് ആ ഒരു പദപ്രയോഗം. നിങ്ങളുടെ കൈകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എന്നുള്ള അർത്ഥത്തിലാണ് അറബിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ, മാ ബൈന ഐദീക്കും നിങ്ങളുടെ മുമ്പിലുള്ളത്, നിങ്ങളുടെ മുമ്പിലുള്ളതിനെ, വമാ ഖൽഫക്കും ഖൽഫ പിന്നിൽ, ഖൽഫക്കും നിങ്ങളുടെ പിന്നിൽ, മാ ഖൽഫക്കും നിങ്ങളുടെ പിന്നിലുള്ളത്, വമാ ഖൽഫക്കും വാവ് അത്ഫിൻ്റെ വാവാണ് എന്നർത്ഥത്തിൽ, വമാ ഖൽഫക്കും നിങ്ങളുടെ പിന്നിലുള്ളതും. അപ്പോൾ മാ ബൈന ഐദീക്കും വമാ ഖൽഫക്കും എന്ന് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ളതും നിങ്ങളുടെ പിമ്പിലുള്ളതും. ലഅല്ലക്കും, ലഅല്ല ആയേക്കാം, ആയേക്കും, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം, നിങ്ങൾ ആയേക്കും, തുർഹമൂൻ റഹിമ കരുണ ചെയ്തു, യർഹമു കരുണ ചെയ്യും, കരുണ ചെയ്യുന്നു, യുർഹമു കരുണ ചെയ്യപ്പെടും, കരുണ ചെയ്യപ്പെടുന്നു. അതിൻ്റെ തുടക്കത്തിൽ യാ മാറ്റി താ കൊടുത്താൽ തുർഹമു നീ കരുണ ചെയ്യപ്പെടും, നീ കരുണ ചെയ്യപ്പെടുന്നു. തുർഹമൂൻ അത് ബഹുവചനായി, നിങ്ങൾ കരുണ ചെയ്യപ്പെടും, നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നു. അപ്പോൾ ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നവരായേക്കാം അല്ലെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം, വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലക്കും തുർഹമൂൻ.
നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും നിങ്ങളുടെ പിമ്പിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് അവരോട് പറയപ്പെട്ടാൽ. അടുത്തായത് വമാ തഅ്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാത്തി റബ്ബിഹിം ഇല്ലാ കാനു അൻഹാ മുഅ്രിദീൻ. വമാ തഅ്തീഹിം, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ. തഅ്തീഹിം, അതാ എന്ന് പറഞ്ഞാൽ വന്നു, യഅ്തി തഅ്തി എന്നൊക്കെ പറഞ്ഞാൽ വരും, വരുന്നു. തഅ്തി എന്നാക്കിയത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യഅ്തി എന്ന് മതിയായിരുന്നു. അപ്പോൾ തഅ്തി വരും, വരുന്നു. തഅ്തീഹിം അവർക്ക് വരും, അവർക്ക് വരുന്നു. മാ തഅ്തീഹിം അവർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വരികയില്ല. മിൻ ആയത്തിൻ, ആയത്ത് എന്ന് പറഞ്ഞാൽ വചനം എന്നർത്ഥമുണ്ട്, ദൃഷ്ടാന്തം എന്നർത്ഥമുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങളെ മാത്രമാണ് ആയത്ത് എന്ന് പറയാം, മറ്റേതെങ്കിലും വചനങ്ങളെ ആയത്ത് എന്ന് പറയില്ല. മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അതിനൊന്ന് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാണ് വരിക. ശരിക്കും മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്നാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള അർത്ഥം. ഇവിടെ ഒരു എന്നുള്ള അർത്ഥം കൊടുക്കാം. മിൻ ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും. മിൻ ആയാത്തി, ആയാത്ത് എന്ന് പറഞ്ഞാൽ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. അത് ആയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. അതിന് മുമ്പിൽ മിൻ വന്നു. ഇവിടെ നമുക്ക് മിൻ എന്നുള്ളതിന് ഇൽ നിന്ന് എന്നുള്ള നമുക്ക് സാധാരണ പരിചയമുള്ള അർത്ഥം തന്നെ കൊടുക്കാം. അപ്പോൾ മിൻ ആയാത്തി ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, വചനങ്ങളിൽ നിന്ന്. ഒന്നിച്ച് മിൻ ആയത്തിൻ മിൻ ആയാത്തി എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള യാതൊരു ദൃഷ്ടാന്തവും, അല്ലെങ്കിൽ വചനങ്ങളിൽ നിന്നുള്ള യാതൊരു വചനവും. റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ, റബ്ബ് നാഥൻ, രക്ഷിതാവ്, റബ്ബ്. റബ്ബിഹിം അവരുടെ, ഹിം എന്ന് പറഞ്ഞാൽ അവരുടെ. റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ, അവരുടെ നാഥൻ്റെ. അപ്പോൾ അവരുടെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ദൃഷ്ടാന്തം, അല്ലെങ്കിൽ അവരുടെ നാഥൻ്റെ വചനങ്ങളിൽപ്പെട്ട വചനങ്ങളിൽ നിന്നുള്ള യാതൊരു വചനവും. ഇല്ലാ കാനു അൻഹ മുഅ്രിദീൻ. ഇല്ലാ കാനു, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആയിരുന്നു. കാനു അവർ ആയിരുന്നു, അവർ ആകുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, അല്ലാതെ. ഇല്ലാ കാനു അവർ ആയിരുന്നിട്ടല്ലാതെ. കാനു എന്ന് പറഞ്ഞാൽ അവർ ആയിരുന്നു, അതിനു മുമ്പിൽ അല്ലാതെ എന്ന് പറയുമ്പോൾ അവർ ആയിരുന്നിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ ആകാതെ എന്നർത്ഥം. അൻഹ, അൻ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, കുറിച്ച്. ഹ അത്, അൻഹ അതിനെപ്പറ്റി, അതിനെ സംബന്ധിച്ച്, അതിനെക്കുറിച്ച്. ഇവിടെ നമുക്ക് അതിൽ നിന്നുള്ള അർത്ഥം കൊടുക്കാം. അൻഹ അതിൽ നിന്ന്. മുഅ്രിദീൻ, അഅറദ എന്ന് പറഞ്ഞാൽ അവഗണിച്ചു പോയി, അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോയി, തിരിഞ്ഞു പോയി എന്നൊക്കെയാണ്. മുഅ്രിദ് അവഗണിക്കുന്നവൻ, തിരിഞ്ഞു പോകുന്നവൻ. മുഅ്രിദൂൻ, മുഅ്രിദീൻ എന്നൊക്കെ പറഞ്ഞാൽ അവഗണിക്കുന്നവർ, തിരിഞ്ഞു പോകുന്നവർ. അപ്പോൾ ഇല്ലാ കാനു അൻഹ മുഅ്രിദീൻ അതിൽ നിന്ന് അവഗണിക്കുന്നവരായിട്ടല്ലാതെ, അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരായിട്ടല്ലാതെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വമാ തഅ്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാത്തി റബ്ബിഹിം ഇല്ലാ കാനു അൻഹ മുഅ്രിദീൻ. അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള യാതൊരു ദൃഷ്ടാന്തവും, അല്ലെങ്കിൽ വചനങ്ങളിൽ നിന്നുള്ള യാതൊരു വചനവും അവർ അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരായിട്ടല്ലാതെ, അല്ലെങ്കിൽ അവഗണിക്കുന്നവരായിട്ടല്ലാതെ അവർക്ക് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതൊക്കെ വചനങ്ങൾ, ഏതൊക്കെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കിട്ടിയോ അതിനെയൊക്കെ അവർ അവഗണിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ അവർ തിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയല്ലാത്ത ഒരായത്തും ഇല്ല എന്നർത്ഥം. അടുത്ത ആയത്ത് വഇദാ ഖീല ലഹും. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യ ആയത്തിൽ വന്നു വഇദാ ഖീല ലഹും. ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, ഇദാ ഖീല പറയപ്പെട്ടാൽ. വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. വഇദാ ഖീല ഇനി പറയപ്പെട്ടാൽ, ലഹും അവരോട്. അംഫിഖു, അംഫഖ എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു എന്നാണ്. അംഫിഖ് നീ ചെലവഴിക്ക്, അംഫിഖു നിങ്ങൾ ചെലവഴിക്കുവീൻ. മിമ്മ റസഖക്കുമുല്ലാഹു, റസഖ എന്ന് പറഞ്ഞാൽ നൽകി, വിഭവങ്ങൾ നൽകി. റസഖക്കും നിങ്ങൾക്ക് നൽകി. റസഖക്കുമുല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകി. അതിനു മുമ്പിൽ മാ എന്നുണ്ട്. മാ റസഖക്കുമുല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്. മാ എന്ന് പറഞ്ഞാൽ അത്. അതിനു മുമ്പിലൊരു മിൻ ഉണ്ട്. ആ മിൻ എന്നുള്ളതും മാ എന്നുള്ളതും ചേർത്തപ്പോഴാണ് മിമ്മ എന്നായത്. അപ്പോൾ ആ മിമ്മ എന്നുള്ളതിനെ പിരിച്ചെഴുതിയാൽ മിൻ മാ എന്നാണ്. അപ്പോൾ മാ റസഖക്കുമുല്ലാഹു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്. അതിനു മുമ്പിൽ മിൻ എന്ന് പറയുമ്പോൾ ഇൽ നിന്ന്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ഖാലല്ലസീന കഫറു, ഖാല പറയും. അല്ലസീന കഫറു, കഫറ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു. അല്ലസീന കഫറു അവിശ്വസിച്ചവരായ ഒരു കൂട്ടർ. അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ. ഖാലല്ലസീന കഫറു
അവിശ്വാസികൾ പറയും. ലില്ലസീന ആമനു, ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു, അല്ലസീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, സത്യവിശ്വാസികൾ. അതിനു മുമ്പിൽ ഒരു ലീ ഉണ്ട്, അവരോട്. ലില്ലസീന ആമനു വിശ്വസിച്ചവരോട്, വിശ്വാസികളോട്. നുത്തഇമു, അത്അമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകി എന്നാണ്. നുത്തഇമു, യുത്തഇമു എന്നൊക്കെ പറഞ്ഞാൽ അത് മുളാരിയായിട്ടുള്ള രൂപമാണ്. യുത്തഇമു എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം നൽകും, അവൻ ഭക്ഷണം നൽകുന്നു. നുത്തഇമു ഞങ്ങൾ ഭക്ഷണം നൽകും, ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. അതിനു മുമ്പിലൊരു ഹംസയുണ്ട്, ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. നുത്തഇമു ഞങ്ങൾ ഭക്ഷണം നൽകുകയോ. മൻ ഒരുവർക്ക് അല്ലെങ്കിൽ ഒരുവന്. ലൗ യശാ ഉല്ലാഹു, ഷാ ഉദ്ദേശിച്ചു, യശാ ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ. ലൗ യശാ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ. അള്ളാഹു, അള്ളാഹു. ലൗ യശാ ഉല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ. അത്അമഹു, അത്അമ ഭക്ഷണം നൽകും, ഹു അവന്. അത്അമഹു അവന് ഭക്ഷണം നൽകുമായിരുന്നു, അല്ലെങ്കിൽ അവന് ഭക്ഷണം നൽകും. ഇൻ അന്തും, ഇവിടെ ഇൻ എന്നുള്ളതിന് ഇല്ല, അല്ല എന്നുള്ള അർത്ഥമാണ്. ഇൻ അല്ല, അൻതും നിങ്ങൾ, ഇൻ അൻതും നിങ്ങൾ അല്ല, ഇല്ല അല്ലാതെ, ഫീ ദലാലിൻ ദലാല് വഴികേട്, വഴിപിഴവ്, ഫീ ദലാലിൻ വഴികേടിൽ, വഴിപിഴവിൽ. അപ്പോൾ ഇല്ലാ ഫീ ദലാലിൻ വഴികേടിൽ അല്ലാതെ, വഴിപിഴവിൽ അല്ലാതെ. എങ്ങനെയുള്ള വഴിപിഴവ്, എങ്ങനെയുള്ള വഴികേട്? മുബീൻ വ്യക്തമായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു ഖാലല്ലസീന കഫറൂ ലില്ലസീന ആമനു അനുതഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ മുബീൻ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയവയിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവിശ്വാസികളായവർ വിശ്വാസികളോട് പറയും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നല്ലോ, അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ. നിങ്ങൾ വ്യക്തമായ വഴികേടിലല്ലാതെ മറ്റൊന്നുമല്ല. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു എടുത്തു കാണിച്ചു. ഇനി അവിടെയുള്ള ആ സാമൂഹ്യ ജീവിതത്തിലേക്ക് തന്നെയാണ് വീണ്ടും ശ്രദ്ധ വരുന്നത്. വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും നിങ്ങളുടെ പിമ്പിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും എന്ന് അവരോട് പറഞ്ഞാൽ, അവരോട് പറയപ്പെട്ടാൽ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അവരുടെ മുമ്പിലുള്ളത്, എന്താണ് അവരുടെ പിമ്പിലുള്ളത്? അവരുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവരുടെ കൺമുമ്പിൽ അവർക്ക് കാണാൻ പറ്റുന്ന അവരുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. അവരുടെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച പല കാര്യങ്ങളും അവർക്കറിയാം. പല അപകടങ്ങളെപ്പറ്റിയും അവർക്കറിയാം. പല ആളുകൾക്കും ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അവർക്കറിയാം. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ ശിക്ഷയെക്കുറിച്ച് അവർക്കറിയാം. അപ്പോൾ അവരുടെ മുമ്പിൽ അവർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ പല സംഭവങ്ങളെപ്പറ്റിയും അവരൊന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ഒരു അറിവിൽ നിന്ന് അവർ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും. അങ്ങനെ നിങ്ങൾ ആ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ, അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും എന്ന് അവരോട് പറയപ്പെട്ടാൽ. അവരോട് പറയപ്പെട്ടാൽ എന്താണ്? അവരോട് പറയപ്പെട്ടാൽ അവരത് അംഗീകരിക്കൂല എന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഉദ്ദേശം. അത് അടുത്ത ഭാഗങ്ങളിൽ വരുന്നുണ്ട്, അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അവരുടെ മുമ്പിലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർക്കുണ്ട്. അവരുടെ മുമ്പിലുള്ള പല അനുഭവങ്ങളും അവർക്കുണ്ട്. ദൃഷ്ടാന്തങ്ങളെന്ന് പറയുമ്പോൾ നേരിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കടലും മലകളും അതുപോലെയുള്ള സസ്യങ്ങൾ വളരുന്നതും ഇതൊക്കെ വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ. അതിൻ്റെയൊക്കെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന് അവർക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധി അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള പല ദൃഷ്ടാന്തങ്ങളെയും അവരൊന്ന് കൺതുറക്കി കണ്ടാൽ, അകക്കണ്ണുകൊണ്ട് കണ്ടാൽ അവർക്കതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാവും. അതിലൂടെ അവർക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാനാകും. അവരുടെ മുമ്പ് നടന്ന പല സംഭവങ്ങളെപ്പറ്റിയും അവർ ചിന്തിച്ചാൽ, അവരുടെ മുമ്പുള്ള പല സമൂഹങ്ങൾക്കും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവരൊന്ന് ചിന്തിച്ചാൽ അവർക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, ഇത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, നിങ്ങളുടെ മുമ്പിലുള്ളത് വെച്ചും നിങ്ങളുടെ പിന്നിലുള്ളത് വെച്ചും. അപ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് ദൃഷ്ടാന്തങ്ങളാവാം, അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാവാം, പല ആളുകൾക്കും ഉണ്ടാകുന്ന ആപത്തുകളും അപകടങ്ങളും ഒക്കെ ആവാം. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവരോട് പറയപ്പെട്ടാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും എന്ന് അവരോട് പറയപ്പെട്ടാൽ, അങ്ങനെ പറയപ്പെട്ടാൽ അവരത് അംഗീകരിക്കൂല. ഈ കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളതൊരു ഭൗതികമായ രൂപത്തിൽ മാത്രമാണ് കാണുക. വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ ഭൂകമ്പമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഭൗതിക പ്രതിഭാസം മാത്രമായിട്ട് നമ്മളതിനെ കാണുന്നു. അതുവഴി അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ളൊരു മനസ്സ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പല കാര്യങ്ങൾക്കും സ്വഹാബിമാരടക്കം എന്തെങ്കിലും ഒരു ഭൗതികമായ ഏതെങ്കിലും ഒരു പ്രയാസമോ കാര്യങ്ങളോ വന്നാൽ അതെപ്പോഴും അവർ അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നതും എടുത്തു പറഞ്ഞിരുന്നതും. മഴയില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താ? നിങ്ങൾ പാപമോചനത്തിന് തേടുക, പാപങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഈ മഴയില്ലാതെ വന്നതും ആളുകൾ ചെയ്യുന്ന ആ ഒരു പാപവും തമ്മിൽ ബന്ധമുണ്ടെന്നർത്ഥം. അപ്പോൾ ഭൗതിക പ്രതിഭാസങ്ങളെ ശരിക്കും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ളൊരു മാർഗമായിട്ട് കാണേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ആ രൂപത്തിലുള്ള സംഗതികളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേലുണ്ടാകും. വമാ തഅ്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാത്തി റബ്ബിഹിം ഇല്ലാ കാനു അൻഹാ മുഅ്രിദീൻ. അവരുടെ റബ്ബിൻ്റെ വചനങ്ങളിൽ നിന്നുള്ള ഒരു വചനവും, അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും അവർ അതിനെ അവഗണിക്കുന്നവരായിട്ടല്ലാതെ അവർക്ക് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് പറഞ്ഞു കൊടുത്താലും, പരിശുദ്ധ ഖുർആനിലെ ഏതൊരു വചനവും അവർക്ക് പറഞ്ഞു കൊടുത്താലും, ഈ ആയത്ത് എന്നുള്ളതിന് ഞാൻ പറഞ്ഞു രണ്ടർത്ഥങ്ങളുണ്ട്, ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം കൊടുക്കുക, വചനം എന്നുള്ള അർത്ഥം കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിലെ ഏതൊരു വചനവും അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ, അവരതിനെ അവഗണിക്കുന്നവരായിട്ടല്ലാതെ അതൊന്നും അവർക്ക് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അവർ അവഗണിച്ചിട്ടേ ഉള്ളൂ, അതിൽ നിന്നൊക്കെ അവർ തിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അവരതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ ഉള്ളൊരു മനസ്സ് കാണിച്ചിട്ടില്ല. ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് പറഞ്ഞു കൊടുത്താലും, ഏതൊരു വചനം അവർക്ക് പറഞ്ഞു കൊടുത്താലും അതിനൊക്കെ അവർ അവഗണിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ തിരിഞ്ഞു പോകും. എന്നിട്ട് അള്ളാഹു പറയാണ്, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയവയിൽ നിന്ന് നിങ്ങൾ ചെലവാക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ. ഇവിടെ നോക്കണം, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവാക്കാനാണ് പറഞ്ഞത്. അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. അവരുടെ കയ്യിലുള്ള ഏത് സമ്പത്തും, നമ്മുടെയൊക്കെ കയ്യിലുള്ള ഏതൊരു സമ്പത്തും അത് അള്ളാഹു നമുക്ക് നൽകിയതാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അങ്ങനെ അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവാക്കാൻ അവരോട് പറയപ്പെട്ടാൽ, അവരുടെ സമ്പത്തിൽ നിന്ന് അവരോട് ചെലവാക്കാൻ പറയപ്പെട്ടാൽ എന്നല്ല പദപ്രയോഗം, അള്ളാഹു അവർക്ക് നൽകിയവയിൽ നിന്ന് ചെലവാക്കാൻ അവരോട് പറയപ്പെട്ടാൽ. കാരണം അവർക്കുള്ളതെല്ലാം അള്ളാഹു നൽകിയത്, ആർക്കുള്ളതും അതൊക്കെ അള്ളാഹു നൽകിയതാണ്. ആ അള്ളാഹു നൽകിയതിൽ നിന്ന് അവരോട് ചെലവാക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവരോട് പറയപ്പെട്ടാൽ അവരെന്താ പറയുക? അവർ പറയുന്നൊരു വാചകമുണ്ട്, ഖാലല്ലസീന കഫറു ലില്ലസീന ആമനു. ആ അവിശ്വാസികൾ സത്യവിശ്വാസികളോട് പറയും. സത്യവിശ്വാസികളാണല്ലോ അവരോട് പറയാം, നിങ്ങൾക്കുള്ളതിൽ നിന്ന് ചെലവാക്കണമെന്ന് പറയാം, പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ആ സത്യവിശ്വാസികളോട് ഈ അവിശ്വാസികൾ പറയും, അനുത്തഅമു, ഞങ്ങൾ ചെലവാക്കുകയോ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ, മൻ, ഒരുവന്, ലൗ യശാ ഉള്ളാഹു, അള്ളാഹു എങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ, അത്അമഹു, അവന് ഭക്ഷണം നൽകുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ ഭക്ഷണം നൽകൂലേ? അവർക്കെന്തിനാണ് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്? അള്ളാഹു കൊടുക്കാത്തതുകൊണ്ടല്ലേ അവർക്ക് കിട്ടാത്തത്? അവർ പാവങ്ങളാണ്, അള്ളാഹുവാണ് അവരെ പാവങ്ങളാക്കിയത്, അവർ പാവങ്ങളായിട്ട് തന്നെ ജീവിക്കട്ടെ, അത് അവരുടെ വിധി. അതല്ലാതെ ഞങ്ങളെന്തിനാണ് അതിന് കൊടുക്കാൻ നിൽക്കുന്നത്? ഞങ്ങൾ പടച്ചവനേക്കാൾ വലിയൊരു പടച്ചവനാവണ്ടല്ലോ, അള്ളാഹു തന്നെ കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ കൊടുക്കൂലേ? അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു രൂപത്തിലാണ് അവർ സംസാരിക്കുക. എന്നിട്ട് അവർ പറയും, ആ അവിശ്വാസികൾ പറയും സത്യവിശ്വാസികളോട്, ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്, നിങ്ങൾ വ്യക്തമായ വഴികേടിലല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്.
നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, പാവങ്ങൾക്ക് കൊടുക്കണം, നമുക്ക് കിട്ടിയത് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അത് അനുഭവിക്കാൻ പറ്റൂല, അതിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഈ ചിന്ത അതൊരു തെറ്റായ ചിന്തയാണ്. നിങ്ങൾ വ്യക്തമായ വഴികേടിലല്ലാതെ മറ്റൊന്നുമല്ല, നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് എന്ന് ഈ അവിശ്വാസികൾ സത്യവിശ്വാസികളോട് പറയും. സത്യവിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് അള്ളാഹു നൽകിയതൊന്നും നമുക്ക് മാത്രമായിട്ടല്ല, അത് നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനല്ല തന്നത്. അതിൽ നിന്ന് നമ്മൾ മറ്റുള്ള ആളുകൾക്കും കൂടെ ചിലവാക്കാനാണ്. അത് സക്കാത്തിൻ്റെ രൂപത്തിൽ, നിർബന്ധമായ രൂപത്തിൽ ചിലവാക്കാൻ പറഞ്ഞതുണ്ട്. അതല്ലാതെ നമുക്കൊരുപാട് പുണ്യം കിട്ടുന്ന സൽക്കർമ്മമായിട്ടുള്ള സദക്കകൾ വേറെയുമുണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയവയിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് കൂടി ചിലവഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറുക. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വമാ തഅതീഹിം മിൻ, അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂനാണ്, രണ്ടാമത്തേന് ഹർക്കത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരൊറ്റ മീമ് പറയുന്ന പോലെ മണിച്ചിട്ട് പറയാം, തഅതീഹിം മിൻ. മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനാണ്, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ഇൽഹാറാണ് നിയമം. അവിടെ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ മിൻ ആയത്തിൻ. ആയത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന്, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ആയത്തിമ്മിൻ, ആയത്തിമ്മിൻ. മിൻ ആയാത്തി, അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇൽഹാർ ചെയ്യുക. മിൻ ആയാത്തി. റബ്ബിഹിം ഇല്ലാ കാനു അൻഹ, ഹാൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇൽഹാർ ചെയ്യുക. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അൻഹ മുഅ്രിദീൻ. അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വഇദാ ഖീല ലഹും അൻഫിഖു, ഫാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അൻ എന്ന് പറയില്ല, അൻഫിഖു. മിമ്മ, മീമിൻ്റെ ഷദ് മണിക്കുക. റസഖക്കുമുല്ലാഹു ഖാലല്ലസീന കഫറു ലില്ലസീന ആമനു. ആമനു എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നീട്ടൽ, അതിനുശേഷം ഹംസയാണ് വന്നത്. അപ്പോൾ ഒരു മദ്ദിന് ശേഷം ഹംസ വന്നു, നീട്ടലിന് ശേഷം ഹംസ വന്നു. അങ്ങനെയാകുമ്പോൾ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദങ്ങളിലാണോ നോക്കണം. ഇവിടെ ആമനു എന്നുള്ള ആ ഒരു പദത്തിൻ്റെ അവസാനത്തിലാണ് മദ് വന്നത്. അനുത്തൊഴിമു എന്നുള്ള മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിലാണ് ഹംസ വന്നത്. അപ്പോൾ മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെയാകുമ്പോൾ 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ ആമനു അനുത്തൊഴിമു, ത്വാഇന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, കുറച്ച് വെളിവാക്കി പറയണം. ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അനുത്തൊഴിമു. മല്ലൗ, ലാമിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു. ആ സുക്കൂണിലെ നൂനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പം മൻ എന്ന് പറയില്ല, മല്ലൗ. മീമ് കഴിഞ്ഞിട്ട് നേരെ ഷദ്ദുള്ള ലാമ് പറയുന്ന പോലെയാണ് പറയേണ്ടത്. മല്ലൗ യശാ ഉ, അവിടെ ഷാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, അത് ഒരേ പദമാണ്. നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത പദമല്ല. ഇവിടെ യശാ എന്ന് പറയുമ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാകുമ്പോൾ നിർബന്ധമായിട്ടും 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. യശാ ഉല്ലാഹു അത്വഅമഹു, ത്വാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്ത് പറയണം, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ. അത്വഅമഹു, അവിടെ ഒരു ഹാ ഉലമീർ വന്നു. അങ്ങനെ ഹാ ഉലമീർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കണം. ഇവിടെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയാം 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം എന്നാണ്. എന്നാൽ ശേഷം വരുന്നത് ഹംസ കൂടിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ ഇവിടെ ആ ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് എന്ന് മാത്രമല്ല, ശേഷം വരുന്നത് ഹംസയാണ്. അതുകൊണ്ട് 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. ആ ഒരു 4 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തെ സൂചിപ്പിക്കാനാണ് അവിടെ ഒരു മദ്ദിൻ്റെ ഒരു വര മുകളിലിട്ടത്. ആ വാവ് സൂചിപ്പിച്ചത് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം എന്നുള്ള രൂപത്തിൽ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന ആ ഒരു നീട്ടലാണ്. അപ്പോൾ മുകളിലത്തെ വരയും കൂടെ കാണുമ്പോൾ 4 5 ഹർക്കത്ത് വരെ അതാവാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻ അന്തും, അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അതിനെ ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയുക. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അന്തും, താഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അന്തും. ഇല്ലാ ഫി ദലാലിൻ, അവിടെ തെൻവീന് വന്നു, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ദലാലിമ്മു മുബീൻ. അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം.
നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വഇദാ ഖീല ലഹും, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, അത് മജ്ഹൂൽ രൂപമാണ്. ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ, അത് കൽപ്പനക്രിയയുടെ ബഹുവചന രൂപമാണ്. ഇത്തഖി നീ സൂക്ഷിക്ക്, ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ, കൽപ്പനക്രിയയാണത്. മാ ബൈന ഐദീക്കും അതൊരു പദപ്രയോഗം നമ്മൾ പറഞ്ഞു, മുമ്പിൽ എന്നുള്ളതിനാണ് അങ്ങനെ പറയാം. വമാ ഖൽഫക്കും ലഅല്ലക്കും തുർഹമൂൻ. വമാ തഅതീഹിം മിൻ ആയത്തിൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ആയത്തിൻ അവിടെ കസർ തൻവീൻ ഇട്ടത്, ആ മിന്ന് വന്നതുകൊണ്ടാണ്. അതുപോലെ മിൻ ആയാത്തി, അവിടെ ആയാത്തി അതിൻ്റെ അവസാനത്തിൽ കസറിട്ടതും ആ ഒരു മിൻ വന്നതുകൊണ്ടാണ്. അത് പക്ഷേ ജറിൻ്റെ സമയത്ത് മാത്രമല്ല, നസ്ബിൻ്റെ സമയത്തും അതുപോലെ കസർ കൊണ്ട് സൂചിപ്പിക്കും. ഇൻഷാ അല്ലാഹ് സന്ദർഭങ്ങളിൽ പറയാം. റബ്ബിഹിം, അവിടെ റബ്ബ് എന്നുള്ളതിന് റബ്ബി എന്ന് എഴുതാനുള്ള കാരണം ആയാത്ത് എന്നുള്ളതിനെ റബ്ബിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത്, റബ്ബിൻ്റെ ആയത്തുകൾ. അപ്പോൾ ആ റബ്ബിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ റബ്ബിന് കസറിട്ടത്, അല്ലെങ്കിൽ ആയാത്ത് എന്നുള്ളതിനെ റബ്ബിലേക്ക് ചേർത്തു എന്ന് പറയാം. അങ്ങനെ ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഇവിടെ റബ്ബ് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടാണ് ജറിനെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് റബ്ബി എന്നെഴുതിയത്. ഇല്ല കാനു അൻഹാ മുഅ്രിദീൻ, ഇവിടെ കാനു മുഅ്രിദീൻ എന്നെടുത്തു കഴിഞ്ഞാൽ കാന അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അങ്ങനെയുള്ള ഇസ്മിന് കാനയുടെ ഇസ്മെന്നും അതിൻ്റെ ഒരു വിവരണമായി കൊണ്ട് വരുന്ന ഇസ്മിന് കാനയുടെ ഖബർ എന്നും പറയും. ഇപ്പോൾ ഇവിടെ കാനു എന്ന് പറയുമ്പോൾ ആ ഒരു വാവുണ്ടല്ലോ, അവർ എന്നുള്ളതിന് വേണ്ടി അവിടെ കാനു, അവിടെ ഒരു വാവിനെ കൊടുത്തില്ല അവസാനത്തിൽ. കാന എന്നുള്ളതിൻ്റെ കൂടെ അതിൻ്റെ അവസാനത്തിൽ ഒരു വാവുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബഹുവചനാക്കാനുള്ള ആ വാവ്, അതാണ് അവിടെ കാനയുടെ ഇസ്മായിട്ട് നമ്മൾ പറയാം. ഇനി കാനയുടെ ഖബർ ആ മൊയ്രിദീൻ എന്നുള്ള ആ ഭാഗമാണ്. കാനയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീൻ കൊണ്ടാണല്ലോ റഫിനെ സൂചിപ്പിക്കുക. ഇവിടെ നമുക്ക് അവിടെ ഒരു വാവ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ആ റഫിൻ്റെ അടയാളം വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി കാനയുടെ ഖബറിന് നെസ്ബായിരിക്കും എന്ന് പറഞ്ഞു. കാനയുടെ ഖബർ ശരിക്കും മൊയ്രിദൂൻ എന്നാണ്. അത് കാനയുടെ ഖബറിൻ്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് അതിന് നെസ്ബ് കൊടുക്കണം. മൊയ്രിദൂൻ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാന രൂപമാണ്, അത് റഫ് കിട്ടിയ രൂപമാണ്. അതിനെ നെസ്ബിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ മൊയ്രിദീൻ എന്നാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മൊയ്രിദീൻ വന്നത്, അല്ലെങ്കിൽ മൊയ്രിദൂൻ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ കാനയുടെ ഖബർ ആയതുകൊണ്ടാണ് മൊയ്രിദീൻ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റി എഴുതിയത്. വൈദാ ഖീല ലഹും അൻഫിഖൂ, അൻഫഖ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് അൻഫിഖ്, നീ ചെലവഴിക്ക്. അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുവീൻ, അതതിൻ്റെ ബഹുവചന രൂപമാണ്. മിമ്മാ റസഖക്കുമുല്ലാഹു, ഇവിടെ റസഖക്കും നിങ്ങൾക്ക് നൽകി, അള്ളാഹു അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അവിടെ ഫായിലാണ്, കർത്താവാണ്, സബ്ജക്റ്റാണ്. ഈ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ലമ്മിട്ട് കൊടുത്തത് അള്ളാഹു എന്നുള്ള രൂപത്തിൽ. ഇനി മഫൂലും ബിഹി അവിടെ കും എന്നുള്ളതാണ്. മഫൂലും ബിഹി മുന്തിച്ചു വന്നു. നിങ്ങൾക്ക് എന്നുള്ളത് അവിടെ കും എന്നുള്ളത് മഫൂലും ബിഹിയാണ്. അതിന് സാധാരണഗതിയിൽ നെസ്ബാണ് കൊടുക്കേണ്ടത്. പക്ഷേ കും എന്നുള്ളത് ഒരു മബിനിയായ പദം എന്നാണ് പറയുക. അതിന് നെസ്ബിൻ്റെ അടയാളമായിട്ടുള്ള സാധാരണ നമ്മൾ കൊടുക്കാറുള്ള ഫത്ത് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഖാല ലസീന കഫറു ലില്ലസീന ആമനു അനുതഇമു മൻ ലൗ യശാ ഉല്ലാഹു, അവിടെ അള്ളാഹു എന്നുള്ള പദം വീണ്ടും അവിടെ ഫായിലാണ്. യശാ ഉദ്ദേശിക്കുന്നു, ആരാണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു. അപ്പോൾ ആര് എന്നുള്ളതിൻ്റെ മറുപടിയായി കൊണ്ടുവരുന്ന പദമാണ് ഫായിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ്, അല്ലെങ്കിൽ കർത്താവായിട്ട് വരിക. അതിനെപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു എന്നെഴുതിയത്. അത്അമഹു ഇൻ അൻതും ഇല്ല ഫീ ദലാൽ, ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ദലാലിൻ എന്ന് കസ്ർ തൻവീനിട്ട് എഴുതിയത്. ഇനി ആ ദലാൽ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുബീൻ എന്നുള്ളത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ടാണ് ദലാലിൻ മുബീനിൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയത്. അപ്പോൾ അർത്ഥം പറയുമ്പോൾ വ്യക്തമായ വഴികേട്. ദലാൽ എന്ന് മാത്രം പറഞ്ഞാൽ വഴികേട്,
ആ വിശേഷണം കൂടെ ചേർത്ത് പറയുമ്പോൾ, മുബീനും കൂടെ ചേർത്ത് പറയുമ്പോൾ വ്യക്തമായ വഴികേട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.